കുറച്ച് സിനിമകൾ ഇറങ്ങിയ സമയത്ത് ചില വിഭാഗം ആളുകളല്ലേ കുറച്ച് ആളുകളെങ്കിലും വിനീത് ശ്രീനിവാസനെ ക്രിഞ്ച് എന്ന് പറഞ്ഞിട്ട് വിളിക്കുന്നുണ്ട്. നമ്മൾ ട്രോൾസ് ഒക്കെ കാണുന്നുണ്ട്. പക്ഷേ ഹിഷാം അടക്കമുള്ള ഒരുപാട് പേരെ കൈപിടിച്ച് ഉയർത്തിയ ഒരാളാണ് വിനീത് ശ്രീനിവാസൻ. ശരിക്കും ഈ ട്രോളുകളൊക്കെ പുള്ളി ഒരിക്കലും അർഹിക്കുന്നില്ല. അതിനോട് എന്താണ് അഭിപ്രായം? എനിക്ക് തോന്നുന്നു എല്ലാത്തിനെയും ഒരു പുഞ്ചിരിയോടുകൂടി അഭിമുഖീകരിക്കുന്നത് നല്ലതാ. ഇപ്പം ഇപ്പൊ ലവ് എന്ന് പറഞ്ഞ ഇമോഷൻ ഭയങ്കര ക്ലീശ ഇമോഷനാ ലവ്. പക്ഷേ നമ്മളത് ഓൺ സ്ക്രീനിൽ കാണുന്ന സമയത്ത് യു ഡോണ്ട് വാണ്ട് ടു സീ. ഇപ്പം രണ്ടുപേര് ഇഷ്ടപ്പെടുന്നു, ഇപ്പം ലവ് ലെറ്റർ കൊടുക്കുന്നു, ആ സീൻ നമുക്കറിയാം, ഓക്കെ അവര് ലവ് ലെറ്റർ കൊടുക്കാൻ പോവാണ്, യു ഡോണ്ട് വാണ്ട് ടു സീ ഇറ്റ്. പക്ഷെ ആക്ച്വലി റിയാലിറ്റിയിൽ അതാണ് സംഭവിക്കുന്നത്. ഇതാണ് അതിന്റെ റിയാലിറ്റി. അപ്പം ഒബ്വിയസ്ലി ഒരു റൊമാൻറ്റിക് സിനിമ അല്ലെങ്കിൽ ആ ഒരു ജോണറിൽ വരുന്ന സിനിമയിൽ ഒരുപക്ഷെ റിപ്പീറ്റഡ് സീനായിരിക്കും വരുന്നത്. പിന്നെ ഇത് കാലങ്ങളോളം ഇങ്ങനെ മാറി മാറി വരുന്ന സമയത്ത് അത് ക്രിഞ്ചാവും, ക്ലീശയാകും. ബട്ട് ഐ തിങ്ക് ഇറ്റ്സ് പാർട്ട് ഓഫ് ദ ഇൻഡസ്ട്രി. അത് നമ്മൾ അങ്ങനെ അത് എടുക്കാന്നുള്ളതാണ് ഏറ്റവും. ഇപ്പൊ നമ്മൾ സോങ്സ് ചെയ്യുമ്പോൾ ഫോർ എക്സാമ്പിള് ഇപ്പം ദർശന ഖുഷി സമയമാ ഹായ്നാനൊക്കെ ചെയ്ത ഞാൻ കമ്പോസ് ചെയ്ത ഒരു 4-5 ട്രാക്കില് ഫസ്റ്റ് നോട്ട് ഇസ് ഓൾമോസ്റ്റ് സിമിലർ. അത് പല ശ്രുതിയിലുമാണ്, പല രാഗത്തിലാണ് ചെയ്തിട്ടുള്ളത്. പക്ഷെ ദർ ഇസ് എ സ്മോൾ സിമിലാരിറ്റി വിത്ത് എ ഫ്യൂ ലവ് സോങ്സ് ദാറ്റ് ഹാവ് ഡൺ. അത് ചില ആൾക്കാർ പറയാറുണ്ട്, ഹിഷാം എപ്പോഴും ഹൈ തന്നെയാണല്ലോ പാടുന്നത്, എന്തുകൊണ്ട് ലോ ചെയ്തുകൂടാ, എന്തിനു ഒരേ ശ്രുതി പിടിക്കുന്നത്, ഒരേ ടൈപ്പ് ആണല്ലോ. ബട്ട് ഐ ടേക്ക് ഇറ്റ് പോസിറ്റീവ്ലി. ബട്ട് ഞാൻ നോക്കും അത് കൺസ്ട്രക്റ്റീവ് ക്രിറ്റിസിസം ആണെങ്കിൽ ഇല്ല. ഐഡന്റിറ്റി ഈസ് ഗിവൺ ബൈ പീപ്പിൾ. നമ്മൾ ഐഡന്റിറ്റി ക്രിയേറ്റ് ചെയ്യുന്ന എനിക്ക് അറിയില്ല. ഹൗ ടു ക്രിയേറ്റ് അവർ ഓൺ ഐഡന്റിറ്റി. ഓഡിയൻസ് വിൽ ഗിവ് യു ദി ഐഡന്റിറ്റി. അപ്പം അത് ചെയ്യുന്ന സമയത്ത് ഐ വിൽ ടേക്ക് ഇറ്റ്. ആലോചിക്കും ഈ പറയുന്നതിൽ എന്തെങ്കിലും കാര്യമുണ്ടോ, കൺസ്ട്രക്റ്റീവ് ക്രിറ്റിസിസം ആയിട്ട് അതിനെ എടുക്കാറുണ്ട്. അതിപ്പോ എത്രയോ ആൾക്കാർ ഫീഡ്ബാക്ക് തരാറുണ്ട്, ഒത്തിരി ആൾക്കാർ നമുക്ക് മെസ്സേജ് അയക്കാറുണ്ട്. ഈ മധുരം സിനിമ നേരത്തെ പറഞ്ഞു, എനിക്ക് അതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പാട്ട് എന്തിനാണ് എന്ന് പറഞ്ഞ സോങ് ആണ്. നിൻ കവിൾത്തടം നിറയുമ്പോൾ ഒളി പോലെ നിൻമുഖം വന്നു എന്നൊക്കെ പറയുന്നത് അഹമ്മദാണ് എന്നെ കൊണ്ട് അങ്ങനെ ഒരു സോങ് കമ്പോസ് ചെയ്യിപ്പിച്ചത്. ഭയങ്കര അതായത് അതിന്റെ ഒരു സീൻസും ജോബി ചേട്ടന്റെയും അവരുടെ ഒരു പ്രണയമൊക്കെ കാണാൻ ഭയങ്കര രസമാണ്. അല്ല, അത് കുറച്ച് ഇമോഷണൽ പരിപാടിയാണ് ആ സാധനം. ഇതിലെ ഏറ്റവും ഒരു ഹൈ എന്താന്ന് വെച്ചാല് അഹമ്മദിന്റെ നമ്മുടെ ജൂൺ കഴിഞ്ഞിട്ടുള്ള അഹമ്മദിന്റെ ഇനി തിയേറ്റർ റിലീസ്, ഇനി അടുത്ത നെക്സ്റ്റ് സിനിമയാണ് അഹമ്മദ് ഡയറക്ട് ചെയ്യുന്നത്. അപ്പം ഇതുവരെയുള്ള 3 OTT-യിലാണ് റിലീസ് ചെയ്തത്. അപ്പം നമുക്കൊക്കെ ഈ KCF 2 കൂടെ വന്നു കഴിഞ്ഞപ്പോൾ ഇത്രയും ഭീകരമായ റെസ്പോൺസ് വരുമ്പം നമ്മളൊക്കെ എക്സൈറ്റഡ് ആണ് നെക്സ്റ്റ് തിയേറ്ററിക്കൽ ഫിലിമിന് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം മധുരത്തിന്റെ ഈ കാര്യം പറയുമ്പോഴൊക്കെ ഓർമ്മയാണ്, കാരണം ആ സമയത്തും കോവിഡ് ആയിരുന്നല്ലോ. ആ പാട്ടൊന്ന് പാടാം. എന്തിനാണീ കഥ ഇനിയും മിഴികളിനി നീയില്ലാതെ, എന്തിനാണീ ചിരി വെറുതെ തിരികെ നീ അലയാതെ, കളിവാക്കുകൾ തളിർച്ചൂടുമീ ചെറുനോക്കുകൾ ഇനിയേകുമോ പ്രിയമോടയൻ നിറമായി നീ വരുമോ എന്തിനാണീ കഥ ഇനിയും മിഴികളിനി നീയില്ലാതെ, എന്തിനാണീ ചിരി വെറുതെ തിരികെ നീ അലയാതെ. താങ്ക് യു. ഇത് നമ്മുടെ ലോവസ്റ്റ് ഫേസിൽ നമ്മൾ ചേർത്ത് പിടിക്കുന്ന ഒരാൾക്ക് കൂടി വേണ്ടിയിട്ടാണ്. അപ്പൊ ശരിക്കും ഈ ലോവസ്റ്റ് ഫേസിലായിരുന്നപ്പോ ചേർത്ത് പിടിച്ചത് ആരൊക്കെയായിരുന്നു? നേരത്തെ സംസാരിച്ച പോലെ ഐഷയാണ് ത്രൂ തിക്ക് ആൻഡ് തിൻ. ഹൃദയത്തിന്റെ ആ സമയത്തൊക്കെ ഭയങ്കരമായിട്ടുള്ള ഹാർഡ്ഷിപ്സ് ഫേസ് ചെയ്തിട്ടുണ്ട്. ഹാർഡ്ഷിപ്സ് ഇസ് പാർട്ട് ഓഫ് ലൈഫ്. അത് എപ്പോഴും നമ്മൾ മുഴുനീളം പോകുന്ന സമയത്തും പല സമയത്ത് ഹാർഡ്ഷിപ്സ് വരും. നമ്മുടെ കൂടെ ഉള്ളവരായിരിക്കും നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അതിൽ ഡെഫിനറ്റ്ലി ഐഷാന്റെ സപ്പോർട്ട് ഭയങ്കരമാണ്. ഞാൻ പറഞ്ഞില്ലേ, പേരൻസും ഫാമിലിയും എല്ലാവരും ആ സമയത്ത് നമ്മുടെ ഏറ്റവും അടുത്തായിട്ടുള്ള ഫാമിലി ഫ്രണ്ട്സ് ആയിരിക്കും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നത്. പക്ഷെ ഏറ്റവും മുൻനിരയിൽ ഐഷ
ഐഷാന്റെ സപ്പോർട്ട് ഭയങ്കരമാണ്. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. ഇപ്പൊ ഞാൻ ഈ ഇന്റർവ്യൂസ് ഇപ്പൊ ഈ KCF2 റിലീസായി കഴിഞ്ഞപ്പോൾ തന്നെ ഒരുപാട് കോൾസ് വരുന്ന സമയത്ത് ഞാൻ കുറെ കോർഡിനേഷൻ ഞാൻ ഐഷാനെ ഏൽപ്പിച്ചു. അപ്പം അവളത് ഭയങ്കര സന്തോഷപൂർവ്വം ഏറ്റെടുത്ത് അവള് തന്നെ അത് കോർഡിനേറ്റ് ചെയ്യാണ്. സോ ഷീ ഈസ് പാർട്ട് ഓഫ് ഇറ്റ്. അപ്പൊ അതിലെനിക്ക് ഭയങ്കര സന്തോഷം. നമ്മള് നേരത്തെ പറഞ്ഞു ഈ ലൈവ് കൺസേർട്സിന് ഇപ്പൊ ഭയങ്കരമായിട്ടുള്ളൊരു പ്രാധാന്യമുണ്ട്. അത് ഒരു ബിസിനസ് മൈൻഡും ആണ്, അതുപോലെ ആളുകളിലേക്ക് കുറച്ചുകൂടി ഒരു ശ്രദ്ധ ഉണ്ടാവാൻ പറ്റുന്ന ഒരു സംഭവമാണ്. പക്ഷെ ഹിഷാം അത്രയധികം ലൈവ് കൺസേർട്സ് ചെയ്യുന്നില്ല. ഞാനിപ്പം കുറച്ചൊന്ന് കോൾഡാണ് ആ കേസില്. കാരണം ഒന്ന് എന്താന്ന് വെച്ചാൽ എനിക്ക് ഈ കമ്മിറ്റ് ചെയ്ത ഫിലിംസിന്റെ റിലീസ് ഡേറ്റ്സ് വരുന്ന സമയത്ത് ഒരുപാട് എൻക്വയറീസ് ലൈവിന്റെ വരാറുണ്ട്. പക്ഷെ എല്ലാം ഒന്നും ഞാൻ ഡേറ്റ്സ് ഇപ്പം കഴിഞ്ഞൊരു 4-5 മാസമായിട്ട് ഞാൻ ഒന്നും എടുത്തിട്ടില്ല. കാരണം എടുത്തു കഴിഞ്ഞാലുള്ള കുഴപ്പം റിലീസ് ഡേറ്റ് ഏത് ഡേറ്റിനാണ് ഇവർ ഫിലിം റിലീസ് ചെയ്യാൻ പറയാൻ പറ്റില്ല. അപ്പോൾ അത് ഭയങ്കര സ്ട്രെസ്സാണ് എനിക്ക്. അപ്പം ഇനിയിപ്പം ഐ തിങ്ക് ടുവാർഡ്സ് ലേറ്റർ ദിസ് ഇയർ ഇനിയിപ്പം ഷോസ് ഒക്കെ ഇനി കണ്ടിന്യൂ ചെയ്യും. ഞാൻ ലാസ്റ്റ് ചെയ്ത ഷോ ഗോകുലത്തിന് വേണ്ടിയിട്ടായിരുന്നു, ന്യൂ ഇയർ ഷോ കാലിക്കറ്റില്. അത് വേടന്റെ കൂടെയായിരുന്നു ആ ഷോ ചെയ്തത്. അപ്പം അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാനൊന്നും ചെയ്തിട്ടില്ല. ബട്ട് ടുവാർഡ്സ് ദിസ് ഇയർ കുറെ എൻക്വയറീസ് വരാറുണ്ട് ബാക്ക് ടു ലൈവ് ഷോസിലോട്ട് പോകണം. കാരണം നമുക്ക് അത്യാവശ്യം ഒരു നല്ല കാറ്റലോഗ് ഓഫ് സോങ്സ് നമുക്ക് പെർഫോം ചെയ്യാനുണ്ട്. സോ വിൽ സ്ലോലി ഗെറ്റ് ബാക്ക് ഇൻ ടു ദാറ്റ്. ഇപ്പൊ വേടനെ കുറിച്ച് പറഞ്ഞപ്പോ പുള്ളിനെ നമ്മൾ പഠിക്കാൻ പോവാണ് പുസ്തകത്തിലൂടെ. ഹിഷാമിനെ ആരുമായി കമ്പയർ ചെയ്ത് പഠിക്കണം, അല്ലെങ്കിൽ ഹിഷാമും വേറൊരാളും കൂടി ചേർന്ന് പഠിക്കുകയാണെങ്കിൽ അത് ആരായിരിക്കും? ഇപ്പൊ നമ്മൾ ഹിഷാം മൈക്കിൾ ജാക്സൺ എന്നൊക്കെ പറയുന്ന പോലെ ഒരു പേര് അല്ലെ, നമുക്കൊരു ആഗ്രഹം ഉണ്ടാവുമല്ലോ, അത് ആരായിരിക്കും? നമ്മള് പഠിക്കുന്ന സമയത്ത് ഇപ്പം വളർന്നു വരുന്ന കുട്ടികൾ പഠിക്കുകയാണെങ്കിൽ ദ ഗ്രേറ്റ്സ് അല്ലേ, ഗ്രേറ്റ് മ്യൂസീഷ്യൻസ് ഉണ്ടല്ലോ. ഇപ്പം ബിതോവൻ തൊട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ അതിനുശേഷം ഇപ്പം ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ഗ്രേറ്റ് മ്യൂസീഷ്യൻസിൽ ഒന്ന് രാജാ സാറും റഹ്മാൻ സാറും, അങ്ങനെ ഒരുപാട് പേരുണ്ട്. ഇപ്പൊ R.D. ബർമൻ സാറ്, കുറെ ദക്ഷിണാമൂർത്തി സ്വാമി സാറ്. അപ്പം ഒരുപാട് ഗ്രേറ്റ്സിന്റെ അവരുടെ വേ ഓഫ് ലൈഫ്, അവരുടെ വേ ഓഫ് മ്യൂസിക് എങ്ങനെയായിരുന്നു, അവരെങ്ങനെയാണ് രാഗങ്ങൾ മ്യൂസിക് കമ്പോസിങ്ങിന് യൂസ് ചെയ്തത്, അതൊക്കെ പഠിക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതാ. അപ്പം അത് നമ്മളെയും ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും. ഇപ്പൊ ഞാനൊക്കെ ചില നേരത്ത് കമ്പോസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഭയങ്കര സ്റ്റക്കായി പോകും, ക്രിയേറ്റീവ് ബ്ലോക്ക് വരും. പക്ഷെ രാഗങ്ങൾ നമ്മൾ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും. ഹിന്ദുസ്ഥാനി രാഗമാണെങ്കിലും കർണാട്ടിക് രാഗങ്ങൾ. അപ്പം ഏതെങ്കിലും ഒരു രാഗം ചൂസ് ചെയ്ത് അതിനനുസരിച്ചിട്ട് നമ്മൾ കമ്പോസ് ചെയ്യുമ്പോൾ ചിലപ്പം വർക്കാവും. അപ്പൊ അതൊക്കെ ഈ വളർന്നു വരുന്ന ഇതിനോട് പാഷനേറ്റ് ആയിട്ടുള്ള കുട്ടികൾ ഇതൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ നല്ലതായിരിക്കും. ക്വസ്റ്റ്യൻ പറഞ്ഞില്ല, ഹിഷാം ആരുമായിട്ട് എന്നൊരു എനിക്ക് പൂർണ്ണമായിട്ട് വിശ്വാസമുണ്ട്. എല്ലാവർക്കും അവരവരുടെ ഐഡന്റിറ്റി ഉണ്ട്. അപ്പം റാദർ ദാൻ ഇപ്പം മ്യൂസിക്കിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഹൈ ഉണ്ടല്ലോ. അപ്പൊ ഞാനിപ്പം എനിക്ക് തോന്നുന്നു കുറച്ച് ദിവസം മുമ്പ് ആരോടോ സംസാരിച്ചപ്പോൾ ഞാൻ ചോദിച്ചു, എന്താണ് ഇപ്പം ഹൃദയത്തിലെ പാട്ടുകൾ കേൾക്കുമ്പം ഒരാളിൻ്റെ കൂടെ സംസാരിച്ച് പറഞ്ഞു, എനിക്ക് ഹൃദയം പാട്ടുകൾ കേൾക്കുമ്പോൾ ഞാൻ പണ്ട് ഇന്ന ആൽബം കേൾക്കുന്ന സമയത്ത് എനിക്ക് കിട്ടിയ ഹൈ ആണ്, ആ കിട്ടിയ ഫീലാണ് എനിക്ക് ഹൃദയം കേൾക്കുന്ന സമയത്ത്. അല്ലെങ്കിൽ ഇപ്പം ഹായ് നാനാല ആൽബം കേൾക്കുന്ന സമയത്ത് എന്നെ ഭയങ്കര ഇമോഷണൽ ആക്കി. ഞാൻ പണ്ട് കണ്ണത്തിൽ മുത്തമിട്ടില്ല അങ്ങനെ ഒരു ആൽബം കേൾക്കുന്ന അതേ ഹൈ എനിക്ക് വന്നു. അപ്പൊ ഐ തിങ്ക് ഇറ്റ് ഇസ് കമ്പയർഡ് വിത്ത് ദ ഇമോഷൻ. ഞാനിപ്പോ ഒരു സിനിമ കണ്ട് ഭയങ്കരമായിട്ട് ഞാൻ കരഞ്ഞിട്ടുണ്ടെങ്കിൽ വേറൊരു സിനിമ കാണുമ്പം അതേപോലെ കരഞ്ഞിട്ടുണ്ടെങ്കിൽ ആ 2 സിനിമയും നമുക്ക് ഏറ്റവും പ്രിയപ്പെടും. ഇപ്പൊ എനിക്ക് ദേവദൂതൻ എന്ന് പറഞ്ഞ സിനിമ, അത് എന്നെ ഭയങ്കര ഇൻഫ്ലുവൻസ് ചെയ്ത സിനിമയാണ്. അതുപോലെ ഇംഗ്ലീഷിൽ ഒരു ഓഗസ്റ്റ് റഷ് എന്ന് പറഞ്ഞൊരു പടമുണ്ട്, അതും എനിക്ക് സിമിലർ വൈബ്സ് ആണ് വന്നിട്ടുള്ളത്. സോ ദീസ് 2 ഫിലിംസ് വിൽ ബി ക്ലോസ് ടു മൈ ഹാർട്ട്. അപ്പൊ അങ്ങനെ ഹായ് നാനന്റെ കാര്യം പറഞ്ഞപ്പോ ഒരു ഓളം ഉണ്ടാക്കിയ ഒരു പാട്ടാണ് ഭയങ്കരമായിട്ട് ഇതളെ എന്ന് പറഞ്ഞിട്ടുള്ള സോങ്. അത് നജീം അർഷാദിന്റെ വോയിസിലും കൂടി ആയപ്പോ ഭയങ്കരമായിട്ടുള്ള, പുള്ളീനെ ഒരുപാട് കാലത്തിന് ശേഷമാണ് അങ്ങനത്തെ ഒരു സോങ്ങിൽ നമുക്ക് കാണാൻ പറ്റിയത്. നമ്മള് ഇഷ്ടപ്പെട്ടൊരു വോയിസ് ആയിരുന്നു. ഒരു കുറച്ചു കാലം നമ്മള് ഒരുപാട് കേട്ടോണ്ടിരുന്ന ഒരു വോയിസ്, പിന്നെ നമുക്കൊരു ബ്രേക്ക് ഉണ്ടായിരുന്നു പുള്ളിയുടെ. പിന്നെ അതിനുശേഷം ഈ ഒരു സോങ് എനിക്ക് അത് അറിയില്ലായിരുന്നു പുള്ളിയാണ് പാടിയതെന്ന്. റിപ്പീറ്റഡ്ലി നമ്മൾ കേട്ടോണ്ടിരിക്കുന്ന ഒരു സോങ് ആണ്. അതിന്റെ ഒരു സീനും എനിക്ക് തോന്നുന്നു അതിന്റെ മറ്റു ലാംഗ്വേജസിലെ സോങ്സിനെക്കാളും ഇത് ഭയങ്കരമായിട്ട് ട്രെൻഡിങ് ആയിരുന്നു. മലയാളവും തെലുഗും. കാരണം തെലുഗുവിൽ കാർത്തിക അടിക എന്ന് പാടി അത് അവിടെ ഭയങ്കര ഫേമസ് ആയി. മലയാളത്തിൽ ഈ പറഞ്ഞ പോലെ നജീം പാടിയ ട്രാക്ക്, ഇപ്പം ഞാനും ഈ സിനിമ റിലീസായി ഒരു മാസം കഴിയുമ്പോഴാണ് ഈ സോങ് ഭയങ്കരമായിട്ട് ഫയർ ആവുന്നത്, ഈ ഇതളെ എന്ന് പറഞ്ഞ ട്രാക്ക്. അപ്പം ഞാനും നജീമിന് മെസ്സേജ്, നജീമെ ഇത് ഭയങ്കര റെസ്പോൺസ് ഉണ്ടല്ലോ. അപ്പൊ നജീമും അതിന്റെ റീല് ചെയ്തിട്ടൊക്കെ നജീം ഇട്ടു.
പക്ഷെ ഒരുപാട് സന്തോഷം. പക്ഷെ നമുക്കത് ഭയങ്കര ഫ്രൂട്ട്ഫുൾ ആണ്.